പാതയോരത്തെ മദ്യവിൽപ്പനയ്ക്കുള്ള നിയന്ത്രണം ബിവറേജസ് കോർപ്പറേഷനെ പ്രതികൂലമായി ബാധിച്ചപ്പോൾ കൺസ്യൂമർ ഫെഡിന്റെ വിൽപ്പനയിൽ കാര്യമായി കുറവില്ലെന്ന് കണക്കുകൾ. 10 വിൽപ്പനശാലകൾ ഇനിയും തുറക്കാനായിട്ടില്ല എങ്കിലും തുറന്നു പ്രവർത്തിക്കുന്ന ഇടങ്ങളിലെ വിൽപ്പനയിൽ പ്രതിദിനം 6 ലക്ഷത്തോളം രൂപയുടെ വർധനവുണ്ട്. ബിവറേജസ് കോർപ്പറേഷനിലെ അപേക്ഷിച്ച് കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാലകളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത് വിൽപ്പനയിൽ ഗുണം ചെയ്തു എന്നാണ് സൂചന. കൺസ്യൂമർ ഫെഡിന്റെ 39 മദ്യവിൽപ്പനശാലകളിൽ 29 എണ്ണമാണ് സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് മാറ്റിസ്ഥാപിക്കേണ്ടി വന്നത്. ഇതിൽ 19 എണ്ണം മാറ്റാനായെങ്കിലും 10 എണ്ണം ഇനിയും തുറക്കാനായിട്ടില്ല. എന്നാൽ മൊത്തം വരുമാനത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മാർച്ച് 31 മുൻപ് ശരാശരി 11 ലക്ഷം രൂപയായിരുന്നു ഒരു വിൽപ്പനശാലയിലെ വരുമാനമെങ്കിൽ ഇപ്പോഴത് 17 ലക്ഷമായി വർദ്ധിച്ചിട്ടുണ്ട്. മൊത്തം പ്രതിദിന വരുമാനം 5 കോടി 12 ലക്ഷമായിരുന്നതിലും ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ കൺസ്യൂമർ ഫെഡിന് നേരിടേണ്ടി വരുന്നുള്ളൂ. കോഴിക്കോട്, തൃശൂർ എന്നിവിടങ്ങളിൽ വിൽപ്പനയിൽ വലിയ വർധനയുണ്ട്. കോഴിക്കോട് 40-45 ലക്ഷം രൂപ ലഭിച്ചിരുന്നത് ഇപ്പോൾ 1 കോടി 27 ലക്ഷം വരെയായി വർദ്ധിച്ചു. തൃശൂരിൽ 20 ലക്ഷമെന്നത് 90 ലക്ഷത്തോളമായി. സെൽഫ് സർവീസ് കൗണ്ടറടക്കം മദ്യവിൽപ്പനശാലകൾ നടത്തിയ നവീകരണം വിൽപ്പന വർദ്ധിക്കാൻ കാരണമായെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. 9 വിൽപ്പനശാലകളിൽ എയർ കണ്ടീഷണർ സ്ഥാപിച്ചതിന് പുറമെ തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ സ്ഥല സൗകര്യവും കൺസ്യൂമർ ഫെഡിന്റെ മിക്ക മദ്യവിൽപ്പനശാലകളിലുമുണ്ട്. ബിവറേജസ് കോർപ്പറേഷന്റെ ചില്ലറ മദ്യവിൽപ്പനശാലകളെ അപേക്ഷിച്ച് ഉപഭോക്താക്കൾക്ക് ഏറെ സൗകര്യപ്രദമാണ് കൺസ്യൂമർ ഫെഡിന്റെ വിൽപ്പനശാലകൾ. മദ്യവിൽപ്പനയിൽ ബിവറേജസിനെ അപേക്ഷിച്ച് പങ്കാളിത്തം തീരെ കുറവാണെങ്കിലും അതിന് ആനുപാതികമായ നഷ്ടം കൺസ്യൂമർ ഫെഡിന് ഉണ്ടാകാത്തതിന് കാരണം മദ്യവിൽപ്പനശാലകളിലെ സൗകര്യം മെച്ചപ്പെടുത്തിയതാണെന്ന വാദഗതി ശക്തമാണ്. കോടതി വിധിയെ തുടർന്ന് പലയിടങ്ങളിലെയും ബിവറേജ് വിൽപ്പനശാലകളും ബിയർ പാർലറുകളും പൂട്ടിയതിന്റെ ഗുണം കുറെയെങ്കിലും കൺസ്യൂമർ ഫെഡിന് ലഭിച്ചിട്ടുണ്ടെന്നതും വസ്തുതയാണ്. പ്രദീപ്, ന്യൂസ് 18, തിരുവനന്തപുരം.